ഹലോ എവ്രി വൺ. എന്താല്ലേ അനുമോൾ എന്താണ് ഈ കാണിക്കുന്നത്? ആദ്യ ദിവസം മുതൽ ഇന്നലെ വരെ അനുമോൾ പറയുന്നത് എന്നെ ആക്രമിക്കുന്നു, എന്നെ തൊടാൻ വരുന്നു, എന്നെ നോക്കുന്ന നോട്ടം ശരിയില്ല. എന്താണ് അനുമോൾക്ക് ഇതെന്താണ് സംഭവിച്ചത്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഷോക്കാവുകയാണ്. അക്ബർ എനിക്ക് ജാക്കി വെച്ചു എന്ന് അനുമോൾ പറയാതെ പറയുകയാണ്. ഞാനിന്ന് 3 വീഡിയോ ക്ലിപ്പ് നിങ്ങൾക്ക് ക്ലിയറായി വെച്ച് തരാം. അതിൽ എവിടെയെങ്കിലും അക്ബർ ജാക്കി വെക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കണം. ഓക്കെ, നമുക്ക് ആദ്യം ഈ വിഷയത്തിൽ സായി കൃഷ്ണക്ക് എന്താണ് പറയാനുള്ളത് അത് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. അതിനുശേഷം ജാക്കി വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഇന്നിപ്പോ എന്താണ് അനുമോള് പറഞ്ഞേ? അനുമോളെ ഫിസിക്കലി ഉപദ്രവിക്കുന്നു, അതായത് ബസ്സിൽ നിൽക്കുമ്പോ പല ആളുകളും ചെയ്യുന്ന പോലെ. അപ്പൊ അത് ജാക്കി വെപ്പിന് ഒരു സാധനം, അത് ആ വാക്ക് പറഞ്ഞില്ല എന്നുള്ളൂ അനുമോള്. പക്ഷെ ഉദ്ദേശിച്ചത് ആ ഒരു വൃത്തികെട്ട രീതിയിലുള്ള ഉപയോഗിച്ച വേർഡാണ് ഏറ്റവും നല്ലത്. ഇവള് ഈ കമ്പി വർത്താനം പറയാൻ വേണ്ടി നോക്കൂ, ക്ലിയറായി ജിത്തുബായി പറയുന്നുണ്ട് കമ്പി വർത്താനമാണ് അനുമോൾ പറയുന്നതെന്ന്. നിങ്ങൾ തന്നെ ജസ്റ്റ് ശ്രദ്ധിച്ചാൽ മതി. അനുമോൾ ബിഗ് ബോസിലേക്ക് കയറിയ അന്ന് മുതൽ ഇന്ന് വരെ സംസാരിക്കുന്നത് കമ്പി വർത്താനം മാത്രമാണ്. എക്സാമ്പിൾ ഞാൻ പറയുകയാണ്. ആദ്യം പറഞ്ഞു, അതായത് ആദ്യത്തെ 2 വീക്കിലാണ് ഇങ്ങനെ പറഞ്ഞത്, അക്ബറിന്റെ നോട്ടം ശരിയില്ല, അക്ബർ എന്നെ മറ്റേതായി കാണുന്നു എന്നാണ് അനുമോൾ ആദ്യം പറഞ്ഞത്. അതിനുശേഷം ആര്യനും ഗിസൈലും തമ്മിൽ കിസ്സടിക്കുന്നത് ഞാൻ കണ്ടു. അങ്ങനെ നിരവധി ആരോപണങ്ങളാണ് അനുമോൾ പറയുന്നത്. പൊന്നുമക്കളെ, ഈ ഒരു വീഡിയോ ക്ലിപ്പ് നിങ്ങൾ ക്ലിയറായി കൃത്യമായി കാണണം. എവിടെയെങ്കിലും അതായത് അക്ബർ ജാക്കി വെക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് കാണണം. ഓക്കെ, പൊന്നുമക്കളെ, ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് അതൊരു ജാക്കി വെപ്പായി തോന്നുന്നുണ്ടോ? ബിഗ് ബോസിൽ ഒരു നിയമമുണ്ട്, അതായത് ഇവിടെ ആണെന്നോ പെണ്ണെന്നോ ഒന്നുമില്ല, എല്ലാവർക്കും സെയിം ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ്. അത് കളിക്കുമ്പോൾ ചിലപ്പോൾ ആണും പെണ്ണും ടച്ച് ആവും. അങ്ങനെ ടച്ച് ആവുമ്പോൾ എന്നെ ലൈംഗികമായി ആക്രമിക്കുന്നു അങ്ങനെയൊക്കെ പറയുന്നത് തെറ്റല്ലേ? ഞാൻ 4-5 ഫോട്ടോസ് ഇതിൽ വെച്ച് തരാം, നിങ്ങൾ കാണണം. അതായത് അനുമോൾ കരയുകയാണ് ബിഗ് ബോസിൽ. ഇന്നലത്തെ എപ്പിസോഡ് കണ്ട എല്ലാവർക്കും അറിയാൻ പറ്റും. പറയുകയാണ് എന്നെ അക്ബർ ആക്രമിക്കാൻ ശ്രമിച്ചു, അങ്ങനെയാണ് മറ്റേതാണ് മറിച്ചതാണെന്നൊക്കെ പറയുകയാണ്. അതിനുശേഷം ആ ലക്ഷ്മിയുടെ കർണത്തേക്ക് 2 എണ്ണം കൊടുക്കാനാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. ഒരു പ്രാവശ്യം മറ്റേ ഈ ഓണിയൽ സാബു ഉണ്ടല്ലോ, ഓണിയൽ സാബുവിനെ വെറുതെ ലക്ഷ്മി പറഞ്ഞു. അതിനുശേഷം അതായത് മസ്താനി ഇഷ്യൂ നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ, മസ്താനി കയറി പിടിക്കാൻ നോക്കി എന്ന് പറഞ്ഞിട്ട് വെറുതെയാണ് ആ ലക്ഷ്മി ഇടപെട്ടത്. ഇന്നലെയും ലക്ഷ്മി അക്ബറിനോട് എന്തുമാത്രം ചൂടായതാണ്. അവളൊരു പെണ്ണല്ലേ, മറ്റേതല്ലേ? അങ്ങനെയാണെങ്കിൽ പെണ്ണാണെങ്കിൽ എന്തിനാണ് ബിഗ് ബോസിലേക്ക് കളിക്കാൻ വന്നത്? ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുക്കുമ്പോൾ ചിലപ്പോൾ ചെറിയ രീതിയിൽ ടച്ച് ആവും, അതിന് ജാക്കി വെക്കൽ എന്നൊക്കെയാണോ പറയുന്നത്? അനുമോൾ എപ്പോഴും പറയുന്ന ഡയലോഗ്, ക്യാമറ കാണില്ലേ. ഇവളെ ഈ നാറിയ വർത്താനം, ഈ തെണ്ടിത്തരം ക്യാമറ കാണില്ലേ, നാട്ടുകാർ കാണില്ലേ, ഒരു ആണിനെ കുറിച്ച് എന്ത് അപരാധിത്തരവും വിളിച്ച് പറയാന്നുള്ളതൊക്കെ ഇവളെ ആര് പഠിപ്പിച്ചു വിട്ടാണ്? അല്ല, ഞാനൊരാണാണ്, ഞാൻ സീരിയസ്ലി പറയും, ഞാനൊരാണാണ്. ഒരു ടാസ്കിനിടയിൽ ബിഗ് ബോസിന്റെ അടുത്ത് ബിഗ് ബോസിന് ആണ് പെണ്ണ് പ്രശ്നമില്ലാതെ ഒരു ടാസ്ക് കൊടുത്തത്. ഇല്ലാന്നുണ്ടെങ്കിൽ മറ്റേ മുസ്ലിം കല്യാണത്തിന് മറ്റേ ബിരിയാണി വിളമ്പുമ്പോ മറ്റേ ഇത് കെട്ടിട്ട് അപ്പുറത്തും ഇപ്പുറത്തും ആണ്ടിയും പെണ്ണിയും കെട്ടിത്തിരിച്ച് അതിന് വേലി കെട്ടിയിട്ട് എന്തെയില്ലേ, അങ്ങനെ കൊടുക്കില്ലേ ടാസ്ക് ബിഗ് ബോസ്? അതൊന്നല്ലല്ലോ കൊടുക്കുന്നത്. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരുപോലെ കളിക്കാൻ പറ്റുന്ന ടാസ്കാണ് അവിടെ ബിഗ് ബോസ് കൊടുത്തിട്ടുള്ളത്. അവിടെ അങ്ങനെ ഒരു ടാസ്ക് കൊടുക്കുന്ന സമയത്ത് ഒരു പെണ്ണിന്റെ ബാക്കിൽ പോയി നിന്നു ബസ്സിൽ പോയി തൂങ്ങി നിൽക്കണ മാതിരി എന്നുള്ള തെണ്ടി വർത്താനം പറഞ്ഞ ആണുങ്ങൾക്കെതിരെ ഈ വുമൺ കാർഡ് അടിക്കുമ്പോൾ ഈ 4 വർത്താനത്തിൽ ചോദിക്കാൻ അവിടെ ഒരു ആണുങ്ങളും ഇല്ലേ? ഒരു കാര്യം ഞാൻ പറയട്ടെ, ബിഗ് ബോസിൽ ആണും പെണ്ണും അങ്ങനെ ഒന്നുമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ബിഗ് ബോസിന് പറയാമല്ലോ, ആണുങ്ങൾ ഈ സൈഡിൽ നിൽക്കൂ, പെണ്ണുങ്ങൾ മറ്റേ സൈഡിൽ നിൽക്കൂ, അങ്ങനെ പറഞ്ഞ് ഗെയിം കളിപ്പിക്കാമല്ലോ. അതായത് ബിഗ് ബോസ് പലപ്പോഴും ടാസ്ക് കൊടുക്കുമ്പോൾ ആണാണോ പെണ്ണാണോ അങ്ങനെയൊന്നുമില്ല. സീസൺ 1 മുതൽ 6 വരെ നമ്മൾ നോക്കിയതാണ്. ഇങ്ങനെയൊരു ഇഷ്യൂസ് ഇതുവരെ വന്നിട്ടില്ല. സീസൺ 7 ആകുമ്പോഴാണ് മസ്താനിക്കും പിന്നീട് ഈ പറയുന്ന അനുമോൾക്കും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നത്. ഒരു കാര്യം ഞാൻ പറയുകയാണ്, നമ്മൾ ഏറ്റവും കൂടുതൽ തിങ്ക് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മുടെ വായിൽ നിന്ന് വരുന്നത്. ഈ അനുമോള് നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിക്കൂ, അതായത് കമ്പി വർത്താനം, എന്നെ ടച്ച് ചെയ്യുന്നു, അതായത് കഴിഞ്ഞ എപ്പിസോഡിൽ ആര്യൻ എന്നെ ടച്ച് ചെയ്തു, അതായത് ആര്യൻ അവളെ ടച്ച് ചെയ്തു എന്ന് പറഞ്ഞിട്ട് വലിയ ഇഷ്യൂ ഉണ്ടാക്കി. അപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് അനുമോളുടെ ഒരു പക്ഷെ ചിന്ത ഇത് തന്നെയായിരിക്കും, ലൈംഗികം, സെക്സ്, അല്ലെങ്കിൽ ഇങ്ങനെ സംസാരിക്കോ?
അതായത് ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുക്കുമ്പോൾ ടാസ്കിനെ ടാസ്ക് ആയിട്ടല്ലേ കാണേണ്ടത്. അനുമോളെ ഏറ്റവും കൂടുതൽ പൊക്കി പറയുന്ന ഒരു ചാനലാണ് സമ്മർ മീഡിയ. ബിഗ് ബോസിന്റെ എല്ലാ അപ്ഡേറ്റും വരും, പക്ഷേ അനുമോൾക്ക് മാത്രം ഒരു പ്രത്യേകത, അനുമോളെ മാത്രം പൊക്കി പറയുന്നു. ആ ഒരു ചാനലിന്റെ രീതി അതാണ്. ചിലർ പറയുന്നത് 16 ലക്ഷം അയാളാണ് മേടിച്ചത്, നമുക്കൊന്നും അറിയില്ല, ചിലർ പറയുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ താഴെ, അതായത് അനുമോൾ ഫാൻസ് എന്ന് പറയുന്ന അത്ര വലിയൊരു യൂട്യൂബ് ചാനൽ, അനുമോളെ മാത്രം പൊക്കി പറയുന്ന യൂട്യൂബ് ചാനലിൽ അനുമോൾക്കെതിരെ വന്ന 2-3 കമൻറ്റ് ഞാൻ ഒന്ന് വായിച്ചുതരാം. ഓക്കെ, അനുമോളെ തീരെ ഇഷ്ടമില്ലാത്തവരുണ്ടോ? അങ്ങനത്തെ ആ ഒരു കമൻറ്റിന് 681 ലൈക്കാണ് കിട്ടിയത്. നിങ്ങൾ ചിന്തിക്കണം, സമ്മർ മീഡിയയിൽ വന്ന കമൻ്റാണ്. അതായത് അനുമോളെ ആദ്യ ദിവസം മുതൽ ഇന്ന് വരെ പൊക്കി പറയുന്ന ഒരു ചാനലാണ് ഈ പറയുന്ന സമ്മർ മീഡിയ. അതായത് അനുമോളുടെ എല്ലാ ഫാൻസും ഇരുന്ന് കാണുന്ന ഒരു ചാനലിൽ വന്ന കമൻ്റാണ് അനുമോളെ തീരെ ഇഷ്ടമില്ലാത്തവർ. 681 ലൈക്കാണ് അതിൽ കിട്ടിയത്. അപ്പോൾ നിങ്ങൾ തന്നെ മനസ്സിലാക്കണം, അനുമോൾക്ക് ഇന്നലെ വരെ വോട്ടിട്ടവർക്ക് കാര്യം മനസ്സിലായി, ഇവൾ വൃത്തികെട്ടവളാണ്, ഇവൾക്ക് അതായത് സംസാരിക്കാൻ അറിയില്ല, ഇനി മുതൽ ഞങ്ങൾ വോട്ടിടൂലെന്ന് അവർ തന്നെ എഴുതി വിടുകയാണ്. അടുത്ത കമൻറ്റ്, അനുമോൾ അതായത് ഒരു ചീപ്പ് ഗെയിം കളിക്കുന്ന ആരാണ്, നിങ്ങൾ അതിലേക്ക് ബട്ടൺ ഞെക്കൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമൻ്റാണ്. നോക്കൂ, അതിലേക്കും ഇഷ്ടംപോലെ ആൾക്കാരാണ് വോട്ടിട്ടത്. ഓക്കെ, നമുക്ക് അടുത്ത കമൻറ്റ് വായിക്കാം. 16 ലക്ഷത്തിൻ്റെ PR പോലും വെറുത്തു പോകുമല്ലോ അനുമോളുടെ ഈ പ്രകടനത്തിൽ, ശരിയല്ലേ? അതായത് 16 ലക്ഷം മേടിച്ചത് സമ്മർ മീഡിയ എന്നാണ് എല്ലാവരും പറയുന്നത്, എനിക്കറിയില്ല. ഓക്കെ, പക്ഷേ ആ സമ്മർ മീഡിയക്ക് താഴെ ഇങ്ങനെ കമൻറ്റ് വന്നാൽ എന്താവും? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അനുമോളെ സ്നേഹിച്ചവർ അനുമോളെ വെറുത്തു എന്നാണ് ഈ ഒരു കമൻറ്റ് ബോക്സിൽ എനിക്ക് മനസ്സിലാവുന്നത്. ബിഗ് ബോസിനെ ബിഗ് ബോസ് ആയി കാണണ്ടേ? ഒരു കാര്യം ഞാൻ പറയട്ടെ, അക്ബറിന് നാളെ ഒരു ജീവിതമില്ലേ? 10-30 ദിവസം കഴിഞ്ഞാൽ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ അക്ബറിനൊരു ജീവിതമുണ്ടല്ലോ. ഇപ്പോൾ കോടിക്കണക്കിന് ആൾക്കാർ കാണുന്ന ഒരു ഷോയാണ് ബിഗ് ബോസ്. ഇപ്പോൾ മലയാളം ബിഗ് ബോസ് ചിലപ്പോൾ ഹിന്ദിയിൽ കാണുന്നുണ്ട്, തമിഴിലും കാണുന്നുണ്ട്, തെലുങ്കിലും കാണുന്നുണ്ട്, എല്ലാവരും കാണുന്നുണ്ട്. അപ്പോൾ അക്ബർ എന്ന് പറയുന്ന ഒരു കലാകാരൻ, അദ്ദേഹം ഒരു സിംഗറാണ്. നാളെ അദ്ദേഹത്തിന് ഒരു സ്റ്റേജ് പ്രോഗ്രാമിൽ പോയി പാട്ട് പാടുമ്പോൾ ആരെങ്കിലും പറയൂലേ അത് അനുമോൾക്ക് ജാക്കി വെച്ച ചെങ്ങായിയാണെന്നൊക്കെ? അങ്ങനെ വാർത്ത വരൂലേ? ഇതിനൊക്കെ കാരണന്മാരാണ് ഈ പറയുന്ന അനുമോളല്ലേ? തെറ്റല്ലേ? ഗെയിമിനെ ഗെയിമായി കാണണ്ടേ? അതായത് ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുക്കുമ്പോൾ പെണ്ണുമാണും ചെറിയ രീതിയിൽ ടച്ച് ആവും, അത് എല്ലാ സീസണിലും ഉള്ളതാണ്. അതിനെന്നെ ജാക്കി വെക്കുന്ന രീതിയിൽ എനിക്കത് മോശമായി ഫീൽ ചെയ്തു, അങ്ങനെയൊക്കെ പറയുന്നത് തെറ്റല്ലേ? അക്ബറിന് നാളൊരു ജീവിതമില്ലേ? അക്ബറിൻ്റെ ജീവിതം വെച്ചല്ലേ കളിക്കുന്നത്? എന്താണ് ഇത്തിരിയെങ്കിലും ചിന്തിക്കാത്തത്? അനുമോളൊക്കെ എന്തിനാണ് അവിടെ നിൽക്കുന്നത്? ഞാനൊരൊറ്റ ചോദ്യം ചോദിക്കുകയാണ്, എന്തിനാണ് അനുമോൾ അവിടെ ഗെയിം കളിക്കുന്നത്? അങ്ങനെ, അതായത് അനുമോൾക്ക് ടച്ച് ചെയ്യുന്നത് ഇഷ്ടമില്ല, അനുമോൾക്ക് അങ്ങനെ ഒന്നും ഇഷ്ടമില്ലെങ്കിൽ പോയി വീട്ടിൽ കുത്തിരിക്കാമല്ലോ, എന്തിനതിൻ്റെ അകത്ത് തള്ളുന്നു? ആദ്യം മുതൽ മക്കളെ, ഇത് ഒരു വിഷയമാണെങ്കിൽ ഞാൻ വെറുതെ വിടുമായിരുന്നു. ആദ്യ ദിവസം മുതൽ ഇന്നലെ വരെ അനുമോളുടെ വർത്താനം കമ്പി വർത്താനം ഇങ്ങനെയൊക്കെയാണ്. എൻ്റെ നോട്ടം ശരിയില്ല, അക്ബറിനെതിരെ എത്രമാത്രം അറ്റാക്കാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇൻസ്റ്റഗ്രാമിൽ റീൽസ് ഉണ്ടാക്കുന്നവർ എന്ത് ചെയ്യുന്നു? 4-5 സെക്കൻഡ് വെച്ചിട്ടാണ് ആക്കുന്നത്. അതായത് നോക്കൂ, അക്ബർ ജാക്കി വെക്കുന്ന രംഗം നിങ്ങൾ കാണൂ, അതിനുശേഷം അനുമോൾ കരയുന്ന ചെറിയ രംഗം വെക്കുന്നു, പിന്നീട് അക്ബറിൻ്റെ നോട്ടം ശരിയില്ല എന്ന് അനുമോൾ പറയുന്ന രംഗം വെക്കുന്നു. ഇത് ഇൻസ്റ്റഗ്രാമിൽ ഒരു റീൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് എത്ര ആൾക്കാരാണ് കാണുന്നത്? കാരണം 15 സെക്കൻഡിൻ്റെ റീലാണ്, കുറേ ലെങ്ത് ഒന്നുമില്ല. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഫോൺ സ്ക്രോൾ ചെയ്യുമ്പോൾ കാണുന്നുണ്ട്, മില്യൺ കണക്കിന് ആൾക്കാരല്ലേ കാണുന്നത്. അത്യാവശ്യം റിച്ചുള്ള ചാനലിൽ അപ്ലോഡ് ചെയ്താൽ, അതും ഈ ജാക്കി വെക്കുന്ന പോലത്തെ വീഡിയോ അപ്ലോഡ് ചെയ്താൽ മില്യൺ കണക്കിന് വ്യൂസാണ്. അത് അക്ബറിൻ്റെ കരിയറല്ലേ ഇല്ലാതാക്കുന്നത്. ഞാൻ പറയുന്നത് ബിഗ് ബോസിനോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരെ നിങ്ങൾ പുറത്താക്കണമെന്നാണ്. അനുമോളെ നിങ്ങൾ പുറത്താക്കണം, അല്ലെങ്കിൽ അനുമോളെ ഒച്ചത്തിൽ വിളിക്കണം, അനുമോൾ വരൂ, കൺഫെഷൻ റൂമിലേക്ക് വരൂ, അനുമോൾ നിങ്ങൾ ഈ ചെയ്യുന്നത് വൃത്തികേടാണ്, ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല, അദ്ദേഹത്തിന് ലൈഫുണ്ട്, അങ്ങനെയൊക്കെ ബിഗ് ബോസ് പറയണം. അക്ബർ ഒരു പാവപ്പെട്ട മനുഷ്യനായതുകൊണ്ട് ഞാനായിരുന്നെങ്കിൽ, അക്ബറിൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ സത്യം പറഞ്ഞാൽ പൊട്ടിത്തെറിക്കുമായിരുന്നു. ഞാൻ ബിഗ് ബോസിനോട് ചോദിക്കുമായിരുന്നു, എന്താണ് നിങ്ങൾ കാണിക്കുന്നത്? എനിക്ക് നാളെ ലൈഫ് ഉണ്ട് ബിഗ് ബോസിനെ ഞാൻ ചോദിക്കുമായിരുന്നു. അക്ബർ ഒരു പാവപ്പെട്ട മനുഷ്യൻ, അദ്ദേഹം. അതായത് ഒരു കാര്യം ഞാൻ പറയുകയാണ്, ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ എല്ലാവരും വില്ലനായി കാണുന്നത് ഈ അക്ബറിനെയാണ്. അദ്ദേഹം എല്ലാ കാര്യത്തിലും ഇടപെടുന്നു, അങ്ങനെ പറഞ്ഞിട്ടാണ് അദ്ദേഹത്തെ വലിയൊരു വില്ലനായി കാണുന്നത്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഈ തെറി, അതായത് പൊട്ടിത്തെറിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, എന്ത് പറഞ്ഞാലും പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന, അവരുടെ മനസ്സിലൊന്നുമില്ല, ഉണ്ടെങ്കിൽ അവരത് ആ സമയത്ത് പറയുന്നു. അതാണ് അക്ബർ എന്ത് കണ്ടാലും ഓപ്പണായി പറയും. അതിൻ്റെ ഉദാഹരണം മനസ്സിലൊന്നും ഇല്ല എന്നതാണ് സത്യം. നോക്കൂ, ഇത്രയധികം മോശമായി അക്ബറിനെ പറഞ്ഞപ്പോലും ഞാനായിരുന്നെങ്കിൽ, ആരായിരുന്നെങ്കിലും, സായി കണ്ടില്ലേ, സായി അടക്കം നേരത്തെ ഞാൻ വെച്ചു, എത്ര ദേഷ്യപ്പെട്ടു. കാരണം ഒരാണിനും ഇങ്ങനത്തെ ഗതികേട് വരരുത്, നമുക്ക് നാളെ നടക്കണം,
ഭയങ്കരപ്പെട്ട കഷ്ടപ്പാടാണ്, നാട്ടിലിറങ്ങി നടക്കണ്ടേ, അവൻ ജാക്കി വെച്ചവനാണ്, അനുമോളെ പീഡിപ്പിച്ചു, അങ്ങനെ അടക്കം പറയും, പീഡിപ്പിച്ചു എന്നടക്കം ചിലർ പറയും. അപ്പോൾ ഏതായാലും ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുന്നു. ഈ കാണിച്ചത് വളരെ വളരെ വൃത്തികേടായി എന്ന് എനിക്ക് പേഴ്സണലി തോന്നി, അതുകൊണ്ടാണ് വീഡിയോ ഇടുന്നത്. ഓക്കെ, ബൈ.